ഹലോ ഫ്രണ്ട്സ്, ദളപതി 69 അങ്ങനെ ഫിക്സ് ആക്കിയിരിക്കുകയാണ് ഒഫീഷ്യലി. അപ്പോൾ ദളപതി 69ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഫൈനൽ ഫിക്സ് ആരാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സമയം നോക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ദളപതി 69 വൻ കടുത്ത മത്സരമായിരുന്നു ഡയറക്ടറിലും ഹീറോയിൻസിലും പ്രൊഡ്യൂസർമാരിലൊക്കെ. ഒരുപാട് പേർക്ക് റൂമേഴ്സ് വന്നൊരു പടം കൂടിയാണ് ദളപതി 69. അതുപോലെ പ്രൊഡക്ഷൻ കമ്പനിയും വൻ മത്സരം തന്നെയായിരുന്നു. കാരണം വിജയുടെ ലാസ്റ്റ് പടം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെ വേറെയാണ്. അങ്ങനെ ഫൈനലി എല്ലാ സ്ലോട്ടും കൺഫേംഡ് ആയിരിക്കുകയാണ്. അവസാനം ദളപതി 69 പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത് KVN പ്രൊഡക്ഷൻസ് ആണ്. ഈ ദളപതി 69 തെലുങ്ക് പ്രൊഡ്യൂസർമാരാണ് കൂടുതൽ ശ്രമിച്ചത് കിട്ടാൻ. അവസാനം തെലുങ്ക് പ്രൊഡക്ഷൻ കമ്പനിക്ക് തന്നെ കിട്ടി. പക്ഷേ ഈ പ്രൊഡക്ഷൻ കമ്പനി വലിയ പടമൊന്നും ചെയ്തിട്ടില്ല, കൂടുതലും ഡിസ്ട്രിബ്യൂഷൻ വർക്ക്സ് ആണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ദളപതി 69 സിനിമോട്ടോഗ്രാഫർ ഫൈനൽ ഫിക്സ് ആയിരിക്കുന്നത് സത്യസൂര്യനാണ്. ഇതൊരു കിടിലൻ കാര്യമായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു സിനിമോട്ടോഗ്രാഫറാണ് ദളപതി 69 ലഭിച്ചിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് ഡയറക്ടറും കിടിലനാണ്. അതെ, നമ്മുടെ അനിരുദ്ധ് തന്നെയാണ് ദളപതി 69 ഫിക്സ് ആയിരിക്കുന്നത്. ഒരു മരണമാസ BGM ലോഡിംഗ് ആണ്. ടൈറ്റിൽ അനൗൺസ്മെന്റ് BGM തകർക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ദളപതി ലാസ്റ്റ് മൂവി ആകുമെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഓരോ അപ്ഡേറ്റ്സും ഗ്രാൻഡായിട്ടാവും ഇറക്കുക. അതുകൊണ്ട് ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ ഉണ്ടാകാനുള്ള അധികമുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ അനിരുദ്ധ് നല്ല രീതിയിൽ ട്രിബ്യൂട്ട് കൊടുക്കാനും ചാൻസുകളുണ്ട്. പിന്നെ നായിക കൺഫേമേഷൻ ആയിരിക്കുന്നത് സമന്തിക്ക് തന്നെയാണ് കേട്ടോ. സമന്തിയാണ് ദളപതി 69 നായിക എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് റൂമിന് ശേഷമാണ് നായിക ഫിക്സ് ആയിരിക്കുന്നത്. ഒരു അടിപൊളി കാസ്റ്റ് ആൻഡ് റോസ് ആണ് ദളപതി 69. പക്ഷേ ഡയറക്ടർ മാത്രമാണ് പ്രതീക്ഷ കുറപ്പിക്കുന്നത് എന്ന് പറയാം. എല്ലാവർക്കും അറിയാം H. വിനോദാണ് ദളപതി 69 എന്ന്. അടുത്ത മാസമാവും ഈ ദളപതി 69 അനൗൺസ്മെൻറ്റ് നമ്മളെ കാത്തിരിക്കുന്നത്. അനൗൺസ്മെൻറ്റിനുള്ള വർക്ക്സൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയി കിട്ടിയ ദളപതി 69 അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്ന അഭിപ്രായം കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും തട്ടി വിടുക. സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും തട്ടിയിട്ടേ കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.